ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ന്യൂ ഇയർ ആഘോഷം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കോവളത്താണ്. കോവളത്ത് രാത്രി 7 മണി മുതൽ തന്നെ ന്യൂ ഇയർ ആഘോഷം നടക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കായിരുന്നു കോവളത്ത് അനുഭവപ്പെട്ടത്. അത് ഇത്തവണയും ആ രീതിയിലുള്ള ഒരു വലിയ ആഘോഷമായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. നാട്ടുകാരൊക്കെ തന്നെ ഉണ്ട്, അവരുടെയൊക്കെ തന്നെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയാണെന്ന് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ന്യൂ ഇയർ ഒക്കെ ഇല്ലേ? എന്താ പരിപാടി? ന്യൂ ഇയർ ആയിട്ടില്ല. ഞാൻ കൊല്ലത്തുള്ള ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ നേട്ടത്തിൽ പോകും. ആഘോഷം ഒന്നുമില്ലേ? നാളെ ഉള്ളു ആഘോഷം. വൈകിട്ട് ആഘോഷമൊന്നുമില്ല? വൈകിട്ടില്ല. ന്യൂ ഇയർ ആണ്. അപ്പോൾ പുതിയ തീരുമാനങ്ങൾ, അടുത്ത വർഷം പുതിയ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാറ്റം കൊണ്ടുവരണം. മദ്യപിക്കരുത്, വരിക്കരുത് ആരാറുണ്ട്. മദ്യപിക്കരുത് എന്ന് ബെവ്ക് ഔട്ട്ലെറ്റിന്റെ പുറത്ത് നിന്നിട്ടാണല്ലോ പറയുന്നത്. അല്ല, നമ്മളെ കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ സാധനം മേടിച്ച് കഴിക്കുന്നില്ലേ? ആ ദിവസം 500 രൂപ എന്ന് പറഞ്ഞ സാധനം മേടിച്ച് ഇന്ന് ലാസ്റ്റ് മദ്യപിക്കും, അത് നാളെ മുതൽ മദ്യപാനം നിർത്തുകയാണ് ആണ് വിചാരിക്കുന്നത്. 2021 ചേട്ടനോ? ഇന്ന് ലാസ്റ്റ് മദ്യപിച്ച് അവസാനിപ്പിക്കാനാണ്? ഇത് ഒറ്റയടിക്ക് നിർത്താനൊന്നും പറ്റില്ല. ഇത് ശീലിച്ചു പോയ ശീലം. ഈ ക്രിസ്മസ് കഴിഞ്ഞാൽ ന്യൂ ഇയർ ഇന്ന് അടിച്ച് പൊളിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെ മദ്യപാനികളെ എല്ലാം. പക്ഷേ നല്ല മനസ്സുള്ളവർ മനസ്സ് വെച്ചാൽ നാളെ പുതുവർഷമായിട്ട് ഒരു മാറ്റത്തിലേക്കുള്ള വഴി തെളിക്കും. പെട്ടെന്ന് അടി നിർത്തരുത്, മെല്ലെ നിർത്തണം. പെട്ടെന്ന് നിർത്താനല്ല, നമ്മളെ മനസ്സ് വെച്ചൊന്ന് നിയന്ത്രിച്ച് നാളെ പുതുവർഷമാണല്ലോ, ഒരു മാറ്റം മാറാം. 62 വയസ്സായി എനിക്ക് എന്ന് ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ എവിടെ മാറാൻ? ശീലമാണല്ലോ, അപ്പോൾ പെട്ടെന്ന് അത് മാറാൻ ബുദ്ധിമുട്ടായി. പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. എന്നാലും മനസ്സ് നിയന്ത്രിച്ച ഏത് കാര്യവും മാറ്റിയെടുക്കാം. ന്യൂ ഇയർ ഏതായാലും അടിപൊളിയാക്കുക. ആളുകളൊക്കെ തന്നെ ഇങ്ങനെ മദ്യം വാങ്ങുന്നതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഏതായാലും ന്യൂ ഇയറിന് വേണ്ടി രാവിലെ തന്നെ തയ്യാറെടുക്കുകയാണ്.